വെൽക്കം ബാക്ക് ടു അല്ല ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കഫേയിൽ വന്നിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ടയേർഡായി ഗൈസ്, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത്. ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കാം ഗൈസ്, കാരണം അവിടെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയണമെന്നൊന്നും ക്ലിയർ ആവണമെന്നില്ല. ഒന്നാമതേ മൈക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് എന്താ പറയുക, കുറേ മിസ്റ്റേക്ക് ഉണ്ട്. ഒട്ടും പെർഫെക്റ്റ് അല്ല. ഞാൻ കറക്റ്റായിട്ടല്ല വ്ളോഗ് എടുത്തിട്ടുള്ളത്. കുറേ ക്ലിപ്സ് ഞാൻ എടുക്കാൻ മിസ്സായി, കാരണം കുറച്ച് സ്റ്റോറി ഉണ്ട് ഗൈസ്. ഈ കഫേ അന്വേഷിക്കാൻ തന്നെ കുറച്ചധികം പണി പെട്ടു. ഞാൻ ആദ്യം വേറൊരു കഫേയിൽ പോയിട്ട് എടുക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ കഫേ പെർമനൻ്റ്ലി ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഫൈനലി കുറേ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചൊരു കഫേയാണ് കേട്ടോ ഇത്. എനിക്ക് ആ ഒരു പിങ്ക് പേർപ്പിൾ തീമിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാലിക്കറ്റുള്ള ഷുഗർ സിസ്റ്റേഴ്സ് എന്ന കഫേയിലാണ് പോയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തത്. സോ മൊത്തത്തിലൊരു റഷ് ഡേ ആയിരുന്നു അന്ന്. പക്ഷേ എല്ലാം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ വന്നു. ഞാനങ്ങനെ കേക്കും പിന്നെ ചെറിയൊരു ബൊക്കെയൊക്കെ ആയിട്ട് ഇങ്ങനെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. ഈ ഡ്രസ്സിൻ്റെ ഇതൊരു ബോഡിക്കോൺ ആണ്, പക്ഷേ ഞാൻ കുറച്ചൊരു ഓവർ സൈസ്ഡ് ആയിട്ടാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഗൈസ്. പിന്നെ എൻ്റെ ഏജ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഗസ് ചെയ്യുക എത്രയാണെന്ന്, ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് 2 ഗിഫ്റ്റ് എൻ്റെ സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് ഞാനവൾ ഒന്നിച്ചുള്ളൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. രണ്ടാമത്തെ ഗിഫ്റ്റ് കുറച്ച് കോമഡിയാണ് ഗൈസ്, കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ആക്സസറി പോലത്തെ. അപ്പോൾ അവൾ അങ്ങനത്തെയൊക്കെ മിക്സ് ആക്കിയിട്ട് അവളുടെ മൈൻഡിൽ ഉച്ച പോലെ കുറച്ചൊരു ഗിഫ്റ്റാണ് അവൾ തന്നത്. പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. സോ അത് കുറച്ച് ലേറ്റ് ആവും വരാൻ വേണ്ടി, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റൂല. അത് കുറച്ച് ലേറ്റ് ആവും. എൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യട്ടെ. ഞാൻ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റാണ് അത്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം എന്നിട്ട് അവർ എന്നെ കേക്കിലും ഡ്രസ്സിലും ഒതുക്കി ഗൈസ്. ആ ഗിഫ്റ്റ് എന്തായാലും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് രണ്ടാമത്തെ ഗിഫ്റ്റിൽ മാൽക്കിസ്റ്റിൻ്റെ ബോക്സ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ ആ ഒരു ചോക്ലേറ്റ് ആണെന്നാണ്. പക്ഷേ അല്ല, അതിൽ ആ ഒരു മിഠായിയേ ഉണ്ടായിരുന്നില്ല. ബാക്കി ഞാൻ പറഞ്ഞ പോലെ ഈ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള പെർഫ്യൂം, കുറേ ആക്സസറീസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അവൾ എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ട്വിക്സ് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സോ എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട് അവൾ എല്ലാം കൂടി ഒരു ബോക്സിലാക്കി തന്നതാണ് കേട്ടോ. പിന്നെ ഈ ബോക്സ് പൊട്ടിക്കാൻ തന്നെ 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ്. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവർ രണ്ടാളാണെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുമായിരുന്നു. ഒരു ബോക്സ് പോലും പൊട്ടിക്കറിയാത്തവളാണ് അവൾക്കാണ് ഗിഫ്റ്റ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം പണിപ്പെട്ടിട്ടാണ് ഈ ബോക്സ് തുറന്നത് തന്നെ. അമ്മാതിരി പാക്കിംഗ് ആയിരുന്നു അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ പൊട്ടിച്ച് ബ്രൗണി ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് അവൾ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വലിയ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി മെമ്പേഴ്സ് ഞങ്ങൾ കുറച്ച് പേര് കഫേയിൽ പോയി അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, ഫോട്ടോസ് എടുത്തു. ഇതൊക്കെയായിരുന്നു അന്ന് മെയിൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്ലൂ ഡയമണ്ട് മാളിൽ പോയി അവിടെ കുറച്ച് സമയം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കണ്ടു. ഐസ്ക്രീമും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് ഗൈസ്. സോ ഇനിയും ഇതുപോലെ വ്ളോഗൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.